ആ ലക്ഷ്മി ഗോപാലസ്വാമിന്റെ കട്ടുള്ള ചങ്ങായി ഉണ്ടാവുള്ളിൽ അറിയാ ഗംഭീരണ്ണനെയാണോ? അയാളെ പേരെന്നോട് മിണ്ടരുത്, വിളിക്ക്. എന്തേനും കാര്യം? അതൊരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പണിംഗ് ഡാൻസ് കളിപ്പിക്കാൻ. ശശികല ചാർത്തിയ ദീപാവലിയും വെച്ചിട്ട് വിളിക്കടോ ആടുന്ന്. എന്നെ ടീമിലെടുത്തിട്ടുണ്ടെങ്കിൽ 400 റൺസിനൊന്നും തോക്കൂലേനു. ആ ടീമിലെടുത്തിട്ടുണ്ടോ 400 റണ്ണും 40 വിക്കറ്റും എടുത്ത് ജയിപ്പിക്കുവാനോ? അടങ്ങിയാടിയിരുന്നോ? ഇംഗ്ലണ്ടുകാർ ഇങ്ങനെ തോക്കുന്നതിന്റെ പേര് ബസ് ബോൾ എന്നങ്ങാനാം. നമുക്ക് അങ്ങനെ ഒരു പേര് വേണ്ടേ ഗംഭീരണ്ണ? അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കും. ഗുഡ് ബൈ. ഗംബോൾ എങ്ങനെയുണ്ട്? അത് പോരാ, വേറെ ആലോചിക്കും. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. എന്തിനാനും മനസ്സിലായിട്ടില്ല. ചരിത്രം മാറ്റിക്കുറിച്ചില്ലേ നിങ്ങൾ അല്ലേ? ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്നല്ലേ? അതെ, 350 റണ്ണിൻ്റെ മുകളിൽ ഇതുവരെ തോറ്റിട്ടില്ല എന്നൊരു നാണക്കേടുണ്ടെന്ന് നമുക്ക്. ആ ചിത്തപ്പേര് മാറി കിട്ടി. താങ്ക്സ്. ഇവൻ നമ്മളെ കളിയാക്കുന്നതാണോ? ആണെന്നാ തോന്നുന്നു. ധോനി പണ്ട് പെർമനൻ്റ് ആയിട്ട് സാക്ക് ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മറക്കാൻ പറ്റുമോ അത്? അതിനുശേഷം 12 കൊല്ലം നമ്മൾ ഹോമിൽ ടെസ്റ്റ് സീരീസ് തോറ്റിട്ടില്ല. എപ്പോൾ തോറ്റേന്നറിയാം? എപ്പേനു? നിങ്ങൾ ഹെഡ് കോച്ചായിട്ട് വന്നതിന് ശേഷം. ജി ഫോർ എ റീസൺ. എടോ, 2 പെഗ്ഗൂട്ട് കിടന്നുറങ്ങുന്ന ആ രവിശാസ്ത്രി ഇതുവരെ ഒരു ഹോം സീരീസ് തോറ്റിട്ടില്ല ടെസ്റ്റിൽ. മോനെ, എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ട് നിൽക്കലല്ലേ? എല്ലാം ശരിയാവും. എടോ, നമ്മളെ ടീമിലൊരു പ്രോപ്പർ ടെസ്റ്റ് പ്ലെയർ ഉണ്ടാ, ഒരു ഫിക്സഡ് ബാറ്റിംഗ് പൊസിഷൻ ഉണ്ടാ, വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ ഉണ്ടാ. ഇതൊന്നും ഇല്ലെങ്കിലും പ്ലെയിൻ ലെവലിൽ വിക്കറ്റ് കീപ്പർമാർക്കൊരു കുറവും ഇല്ലല്ലോ. അത് ധോനി ബായ് ചെയ്ത സുഹൃത്ത് എന്നെക്കൊണ്ടൊന്ന് പറയിക്കറട്ടോ. ഒരു ടീമിൽ എന്തിനാണോ ഇത്രപാട് വിക്കറ്റ് കീപ്പർമാരും ഓൾറൗണ്ടർമാരും? അത് പിന്നെ നമ്മൾ ടോട്ടൽ എത്ര ഇന്നിങ്സ് കളിക്കണം? 4 ഇന്നിങ്സ്. അപ്പം എനിക്കൊരു 5-6 പ്ലെയർ വേണം മാറ്റി കളിപ്പിക്കാൻ. ഏത്? ഞാനാണിപ്പോൾ ഗംഭീരണ്ണൻ്റെ ടെസ്റ്റിലെ പരീക്ഷണ വസ്തു. വേറൊരുത്തരുണ്ട്, നിതീഷ് കുമാർ റെഡ്ഡി, ഓൾറൗണ്ടർ എന്ന് പറഞ്ഞ ടീമിലെടുത്തിന് 10 ഓവർ പറഞ്ഞതിന് 9ാമത് ഇറക്കുകയും ചെയ്യാം. പാവം. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. അതെന്ത് കാര്യത്തിലാ മോനെ? തമ്മ കണ്ടുകൂടാത്ത ധോനി, കോഹ്ലി, രോഹിത് ഫാൻസിനാ നിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ഒരുമിപ്പിച്ചില്ലേ? അത് ശരി. അല്ലെങ്കിലും ഗംഭീരണ്ണൻ ഇപ്പം എല്ലാവർക്കും നല്ല മതിപ്പാ. പൊട്ടനാ, സർക്കാസം പറഞ്ഞാൽ മനസ്സിലാവില്ല. പന്ത് ഭാവിയും ചുറൽമോനും കൂടി ഉണ്ടേനു. അസുഖം തന്നെയല്ലേ? ആ ക്രീസിൽ എന്തെങ്കിലും പ്രേതബാധ എങ്ങാനുണ്ടാ? ഇല്ലല്ലോ. എന്നാ അല്ല, പോയതിനെക്കാട്ടി സ്പീഡിൽ നിങ്ങൾ 2 തിരിച്ചു വരുന്നോണ്ട് ചോദിച്ചാൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോമം നടത്താം. ഏത്? എടോ, മുത്തുസ്വാമീനെ പോലെ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടാ നമ്മളെ ടീമിൽ? അത് പിന്നെ മണ്ഡലകാലല്ലേ, സ്വാമിമാർക്ക് പവർ കൂടും. അഗാർക്കറിനോട് പറഞ്ഞിട്ടുണ്ടേ അടുത്ത കളിക്ക് ഒരു 3-4 സ്വാമി മറക്കൂട്ടെ. സ്വാമിയേ, ഒന്നിയാളെ സേക്ക് ചെയ്യണം അയ്യപ്പ. രോഹിത്തും കോഹ്ലിയും 2027 വേൾഡ് കപ്പ് കളിക്കണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞേ? ഡൊമസ്റ്റിക് കളിച്ച് പ്രൂവ് ചെയ്യണമെന്ന്. ഇത് കോച്ചിനും ബാധകമായിരിക്കുമല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഡൊമസ്റ്റിക് ടീമിനെ മുടിപ്പിച്ചിട്ട് വാ. അതിന് അന്നേനി ഏതെങ്കിലും ഡൊമസ്റ്റിക് ടീം എടുക്കുമോ? നാട്ടിലൊരു ടീമുണ്ട്, ഡേഞ്ചർ ബോയ്സ്. ഇഷ്ടം പോലെ എക്സ്പെരിമെൻറ്റ് നടത്താം. പയമ്പരിയും ചായയും മേടിച്ചു കൊടുത്താൽ മതി. കാർക്കറിനെയും കൂട്ടുമോ?